ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. റീനീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു വലിയ പ്രോഗ്രാമായിട്ട് തന്നെ ക്രാഷ് കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് തിയറീസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്കറിയാം പ്ലസ് വണ്ണിലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമായി ഒരു രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺസ്. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അവയുടെ പ്രിപ്പറേഷൻസ്, ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ് ആൻഡ് ഓൾസോ അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ രസകരമായ ചാപ്റ്റർ ആണ്. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസുകൾ, മെക്കാനിസം ഒക്കെ അറിയാമെങ്കിൽ രസകരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. എനിവേ ഹൈഡ്രോ കാർബൺസിൽ ആൽക്കെയിനിന്റെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറി നമുക്ക് ഒരുപാട് സമയം പറയാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. ആൽക്കെയിൻ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമായിരിക്കും ആൽക്കെയിൻ ഉണ്ടാവുക. ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ, ഹെക്സെയിൻ, അത് ബ്രാഞ്ചഡ് ആൽക്കെയിനുകൾ ഉണ്ടാകാം. അതേപോലെ ലീനിയർ ആൽക്കെയിനുകൾ ഉണ്ടാകാം. ആൽക്കെയിൻസ് ആർ ദ ബ്രാഞ്ചഡ് ആൻഡ് അൺബ്രാഞ്ചഡ് ആലിഫാറ്റിക് സാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആർ കോൾഡ് മെമ്പേഴ്സ് ഓഫ് ആൽക്കെയിൻ. ആൽക്കെയിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾക്ക് അറിയുന്നതാണ് ബൈ ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീനിന്റെയും ആൽക്കൈൻസിന്റെയും ഹൈഡ്രോജനേഷൻ, ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. അങ്ങനെ അത് ആൽക്കീന് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ആൻ അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അതുപോലെ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും. രണ്ട് പ്രാവശ്യം ഹൈഡ്രേഷൻ നടക്കുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം. പലേഡിയം, പ്ലാറ്റിനം അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് ഓൾ പ്രഷർ. പലേഡിയം, പ്ലാറ്റിനം ഓർഡിനറി ടെമ്പറേച്ചർ പ്രഷറിലാണ് 200 to 300 degrees Celsius, and nickel at room temperature. Methane cannot be prepared by these methods. And also from alkyl halides. Alkyl halide preparations, alkyl halide അഥവാ നാസന്റ് ഹൈഡ്രജൻ വെച്ചിട്ട് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഈസ് RH, ആൽക്കിൻ ആയിരിക്കും. എക്സ് മാറിയിട്ട് അവിടെ H വരും. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്ന കാലിസ്റ്റ് Zn plus HCl, Zn plus അസറ്റിക് ആസിഡ്, സിങ്ക് കോപ്പർ കപ്പിളിൻ, എത്തനോൾ, റെഡ് ഫോസ്ഫറസ് ആൻഡ് HI, അലൂമിനിയം അല്ലെ, അമാൽഗം ആൻഡ് എത്തനോൾ. ഓക്കെ, അപ്പം ഈ ഒരു റിയാക്ഷൻസുകളെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം. ഷോർട്ട് നോട്ട് പോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് സമയമില്ല തിയറി എല്ലാം പറയാൻ. ആൽക്കൈൽ ഹാലൈഡുകള് RH ആയി മാറാൻ സിങ്ക് ആൻഡ് ഡാലൂട്ട് HCl ഉപയോഗിക്കാം. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ഇവിടെ സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ആൽക്കൈൽ ഫ്ലൂറൈഡ് മെത്തേഡ് വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അതേപോലെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് RH പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്നത് പ്രൈമറി, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് RH കിട്ടും. ബട്ട് ദ പ്രൊഡക്റ്റ് ഈസ് സെക്കൻഡറി, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. പ്രൈമറി മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ നമുക്ക് റെഡ് ഫോസ്ഫറസ് ആൻഡ് HI റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഈസ് RH ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡുകൾ പ്രിപ്പയർ ചെയ്യാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വുഡ്സ് റിയാക്ഷൻ വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ പ്രൊഡക്റ്റുകളൊക്കെ മനസ്സിലാക്കണം. ഏത് ആൽക്കൈൽ ഹാലൈഡ് എടുത്താൽ ഏത് പ്രൊഡക്റ്റ് കിട്ടും എന്നൊക്കെ അറിഞ്ഞിരിക്കണം. മീഥേൻ ഈ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. 2 ആൽക്കൈൽ ഹാലൈഡ്, 2 moles ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇഫ് ദർ ഈസ് വെറ്റ്, ഡ്രൈ ഈതറിന്റെ പ്രസൻസിലെ റിയാക്ഷൻ നടത്തുന്നത്. അഥവാ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, വെറ്റ് ആണെങ്കിൽ, ദെൻ വി ഒബ്റ്റെയിൻ ആൽക്കഹോൾ. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. ആ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ വന്നാൽ അത് ആൽക്കഹോളായി മാറും. അതുകൊണ്ട് ദ റിയാക്ഷൻ ഈസ് ഷുഡ് ബി ഇൻ പ്രസൻസ് ഓഫ് വെറ്റ്, ഡ്രൈ ഈതറിന്റെ പ്രസൻസിലായിരിക്കും. ഓക്കെ, അതാണ് വുഡ്സ് റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ വഴി മീഥേൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. 2 moles ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വുഡ്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയും. CH4 cannot prepare by these methods. 2 moles of same alkyl halide reacts. Symmetrical alkanes having even number of carbon atoms are obtained. Symmetrical alkanes having even number of carbon atoms are obtained.
ഗുഡ് ഈൽഡ്. സെയിം ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്താൽ ഗുഡ് ഈൽഡ് കിട്ടുന്നത് സിമെട്രിക്കൽ ആൽക്കെയിൻ ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും. Okay, bromo and iodo alkanes are prepared. Tertiary alkyl halide cannot convert into alkane by this method because they are converted into alkene due to elimination. Okay, this question എന്താ? Identify the alkane that can be prepared by Wood's reaction with good yield. Good yield prepare ചെയ്യുന്നത് ഏതായിരിക്കും? That means symmetrical alkyne. Symmetrical alkyne with the even number of carbon atom. Symmetrical alkane with the even number of carbon atom. Propane 3 carbon atom ഉള്ളത്. ലോങ് ചെയിൻ മേല്. ഇത് ബ്യൂട്ടൈൻ. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അങ്ങനെയാണ് സിമെട്രിക്കൽ ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ ഉണ്ടാവും. ഓക്കെ, 2,3. ഓക്കെ, ഓപ്ഷൻ നോക്കൂ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2ന്റെ നേരുള്ളത്. ഓപ്ഷൻ 3 എന്താ? 2,3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ. നമുക്ക് സിമെട്രിക്കൽ ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ലേ കിട്ടേണ്ടത്? സിമെട്രിക്കൽ ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5, 6 symmetrical alkane with even number of carbon atom. Okay, maximum yield by Wood's reaction. So option 2 is the right answer. Okay, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. N-propyl benzene can be prepared by. N-propyl benzene can be prepared by. ഏത് മെത്തേഡ് വഴിയായിരിക്കും N-propyl benzene പ്രിപ്പയർ ചെയ്യാന്ന് ചോദ്യം. ഫസ്റ്റത്തത് CH3 CH2 CH2 Cl C6H6 ആൻഹൈഡ്രസ് AlCl3. ഇതല്ലേ ഏത് റിയാക്ഷൻസ്? നമുക്കറിയാം ബെൻസീൻ ഈസ് റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ്. ഫുഡൽക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഫുഡൽക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ Cl പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ട് ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മാറും. അപ്പോൾ നമുക്ക് ഐസോപ്രൊപ്പൈൽ ബെൻസീനാ കിട്ടുക. അതുകൊണ്ട് ഈ ഓപ്ഷൻ പറ്റില്ല. N-propyl benzene ആണ് വേണ്ടത്. ഓക്കെ, അടുത്തത് എന്താ? CH3 CH2 CH2 Cl plus C6H5 Cl in sodium in presence of dry ether. So that reaction is ഏത് റിയാക്ഷൻ ആണ്? അത് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. നമുക്ക് അവിടെ കിട്ടുന്നത് N-propyl benzene ആയിരിക്കും. N-propyl benzene and also C6H5 CH2 Cl and CH3 CH2 Cl. വുഡ്സ് റിയാക്ഷൻ വഴി നമുക്ക് ഈ ഗ്രൂപ്പ് ഇവിടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് N-propyl benzene കിട്ടും. സോ ഓപ്ഷൻ ബോത്ത് B and C ഓൺലി നമുക്ക് N-propyl benzene ആയിരിക്കും പ്രൊഡക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി ആൽക്കൈൽ ഹാലൈഡിന്റെ ആൽക്കൈൽ ഹാലൈഡ് നിന്ന് ആൽക്കെയിൻ ഉണ്ടാവുന്ന വേറെ പ്രിപ്പറേഷൻ. ആൽക്കൈൽ ഹാലൈഡ് ഈസ് റിയാക്ട് gives the product is RR- when treated with lithium and CuCl. Okay, and R- ആൽക്കൈൽ ഹാലൈഡും 2 ആൽക്കൈൽ ഹാലൈഡ് പരസ്പരം കൂടി ചേർന്നിട്ട് നമുക്ക് ആൽക്കെയിൻ പ്രൊഡക്റ്റ് കിട്ടും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് കറി ഹൗസ് ആൽക്കെയിൻ സിന്തസിസ്. ഓക്കെ, പിന്നെ ആൽക്കൈൽ ഹാലൈഡിന്റെ വേറെ പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പറേഷൻ ഫ്രം ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ് എന്നും കീറ്റോൺസ് എന്നും ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് ക്ലെമൻസൺ റിഡക്ഷൻ, എല്ലാവർക്കും അറിയുന്ന റിയാക്ഷൻ ആണ്. മറ്റൊന്ന് വോൾഫ്-കിഷ്ണർ റിഡക്ഷനും ക്ലെമൻസൺ റിഡക്ഷനും. ഈ റിയാക്ഷൻ എന്താ? ഈ റിയാക്ഷൻ ദിസ് ഈസ് എ കീറ്റോൺ. ഈ കീറ്റോൺ NH2 ഹൈഡ്രസീനും
KOH റിയാക്ഷൻ വരുന്നു. സോ ദ പ്രൊഡക്റ്റ് ഈസ് എന്തായിരിക്കും? അവിടെ ആൽക്കെയിൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ വഴി ആ പ്രൊഡക്റ്റ് ക്ലെമൻസൺ റിഡക്ഷൻ സിങ്ക് അമാൽഗം ആൻഡ് HCl ആണ്. അപ്പോൾ ഇവിടെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. സോ CO എന്നുള്ളത് CH2 ആയിട്ട് മാറുന്നു. ഈഥൈൽ ബെൻസീൻ ആണ് കിട്ടുന്നത്. ആ ഈഥൈൽ ബെൻസീനിൽ നമ്മൾ CH3Cl ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3 എന്താണ്? അത് ഫുഡൽക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. സോ ഫുഡൽക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനിൽ ഈ CH3CH2 ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്, അഥവാ ഹൈപ്പർ കോൺജുഗേഷൻ വഴി അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ CH3യുടെ പാരാ പൊസിഷനിലായിരിക്കും ആൽക്കൈലേഷൻ നടത്തുക. സോ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ഈസ് 1 ഈഥൈൽ B+C. അതിൽ മേജർ പ്രൊഡക്റ്റ് എന്ത്? ഐഡന്റിഫൈ C. ആ C മേജർ പ്രൊഡക്റ്റ് ആണ്, B മൈനർ ആണ്. അപ്പൊ ഈ മേജർ പ്രൊഡക്റ്റ് ആണ് പാരയിൽ വരുന്നത്. സോ 1 ഈഥൈൽ 4 മീഥൈൽ ബെൻസീൻ പാരയിൽ വരുന്നതാണ് മേജർ പ്രൊഡക്റ്റ്. സോ C മേജർ പ്രൊഡക്റ്റ് ആണ്. സോ ദ മേജർ പ്രൊഡക്റ്റ് ഈസ് 1 ഈഥൈൽ 4 മീഥൈൽ ബെൻസീൻ. ഓക്കെ, അടുത്ത പ്രിപ്പറേഷൻ ബൈ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ട് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ ഗ്രിഗ്നാർഡ് റിയേജന്റിലോട്ട് H+ വരുന്ന എന്തും ആ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ആൽക്കൈൻ ആക്കി മാറ്റും. അപ്പോൾ അത് വാട്ടർ ആവാം, ആൽക്കഹോൾ ആവാം, അമോണിയ ആവാം, അമീൻ ആവാം, സെക്കൻഡറി അമീൻ ആവാം, കാർബോക്സിലിക് ആസിഡ് ആവാം, അസിഡിക് ക്യാരക്ടറുള്ള ആൽക്കൈൻ ആവാം. H+ വിട്ടുകൊടുക്കാൻ കഴിയുന്നത് ആ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ആൽക്കൈൻ ആക്കി മാറ്റുമെന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് വിൽ ഫോം എ ഹൈഡ്രോകാർബൺ ഓൺ റിയാക്ഷൻ വിത്ത് എ ഗ്രിഗ്നാർഡ് റിയേജന്റ്? ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ വന്നിട്ട് ഹൈഡ്രോകാർബൺ ആക്കി മാറ്റുന്നത് ഏതാണ്? ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ഹൈഡ്രോകാർബൺ ആക്കി മാറ്റുന്നത് ഏതാണ്? H+ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ആളാണ്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കൾ, നോക്കൂ ഈ ക്വസ്റ്റ്യൻ എന്താ? നിയോപെൻഡൈൽ ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ഫീനൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് ഗിവ്. Phenyl magnesium bromide, it is a Grignard reagent. Aryl magnesium halide, Grignard reagent. ഈ ഫീനൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് നിയോപെൻഡൈൽ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ ആൽക്കഹോളിൽ നിന്ന് H+ പിടിക്കുന്നു. സോ നമ്മുടെ ഇതൊരു ഹൈഡ്രോകാർബണായി മാറും. ആ ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഹൈഡ്രോകാർബൺ H+ പിടിച്ചിട്ട് ഇവിടെ പ്ലസും ഇവിടെ മൈനസും അല്ലേ വരുന്നത്. അപ്പോൾ ദ പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏത് ഹൈഡ്രോകാർബൺ ആൽക്കൈൽ മാഗ്നീഷ്യം ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX Mg+, R- H+ പിടിച്ചാൽ അത് RH ആയിട്ട് മാറും, ആൽക്കൈൻ ആയിട്ട് മാറും. ഓക്കെ, ഈ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള പ്രിപ്പറേഷൻ ബൈ ഡീകാർബോക്സിലേഷൻ സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഡീകാർബോക്സിലേഷൻ നടക്കുന്ന റിയാക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ സോഡ ലൈം? സോഡ ലൈം ഈസ് ദ മിക്സ്ചർ ഓഫ് NaOH ആൻഡ് CaO ഇൻ 3:1. 3:1 റേഷ്യോയിൽ NaOH COH ആയിട്ട് മാറുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് n-1 കാർബൺ ആറ്റമായി മാറുമെന്നാണ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് വഴി നമ്മൾ n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് 2 × n-1 എണ്ണം കാർബൺ ആറ്റമായി മാറുമെന്നുള്ള രീതിയിലും ഓർത്തു വെക്കണം. കോൾബ്സ് ഇലക്ട്രോളിസിസിൽ ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ആനോഡിലാണ് നമുക്ക് ആൽക്കൈൻ ലഭിക്കുന്നത്. ആൽക്കൈൻ ആനോഡിലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത്, കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കോൾബ്സ് ഇലക്ട്രോളിസിന്റെ സമയത്ത് pH ഇൻക്രീസ് ആകും. കാരണം NaOH ഫോം ചെയ്തുകൊണ്ട് സൊല്യൂഷന്റെ pH ഇൻക്രീസ് ആകും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ദ ആൽക്കൈൻ ഒബ്റ്റൈൻഡ് ബൈ കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് വഴി കിട്ടുന്ന ആൽക്കൈൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 2 × n-1. ഇലക്ട്രോളിസിസ് ഓഫ് പ്രൊപ്പിനോയിക് ആസിഡ്. യെസ്, പ്രൊപ്പിനോയിക് ആസിഡിൽ 3 കാർബൺ ഉണ്ട്. അപ്പൊ കിട്ടുന്ന കാർബണിന്റെ എണ്ണം 2 × 3-1, ദാറ്റ് ഈസ് ഈക്വൽ 2 × 2. 2 × 2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.
അപ്പോൾ ഡീകാർബോക്സിലേഷനുമായി കിട്ടുന്ന ആൽക്കൈൻ്റെ എണ്ണം n കാർബൺ ഉണ്ടെങ്കിൽ n-1 കാർബൺ ആയിരിക്കും. എന്നാൽ കോൺസ് ഇലക്ട്രോളിസുമായി കിട്ടുന്ന ആൽക്കൈനിലെ കാർബണിന്റെ എണ്ണം നാം എടുക്കുന്ന കാർബോക്സിലിക് ആസിഡിൽ n കാർബൺ ഉണ്ടെങ്കിൽ കിട്ടുന്ന ആൽക്കൈനിലെ കാർബണിന്റെ എണ്ണം 2 × n-1 ആയിരിക്കും. Okay, the gas liberated from anode in Kolb's electrolysis of acetic acid. Yes, ആനോഡ് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹൈഡ്രജൻ എവിടെ ലിബറേറ്റ് ചെയ്യുന്നത്? അത് കാഥോഡിലാണ്. ഓക്കെ, നോക്കൂ, ഫ്രം മെറ്റൽ കാർബൈഡിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൻ മീഥേൻ പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡസ് നോട്ട് ഗിവ് ആൽക്കൈൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്? ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ആൽക്കൈൻ ഫോം ചെയ്യാത്ത കോമ്പൗണ്ട് ഏതാണ്? H+നെ തരാത്തത് ആരാണ് എന്നാണ് ചോദ്യം. H+നെ തരാത്തത് ആൽക്കഹോളിൽ H+ ഉണ്ട്, ബെൻസീൻ H+നെ റിലീസ് ചെയ്യില്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കാർബോക്സിലിക് ആസിഡ് H+ റിലീസ് ചെയ്യും, HCl H+നെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് ഓഫ് ആൽക്കൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓടിച്ചു പറയുകയും കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുകയും ചെയ്തു. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. ആൽക്കൈൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ജസ്റ്റ് നമ്മൾ ഓടിച്ചു പറയാനേ സമയമുള്ളൂ. C1 മുതൽ C4 വരെയുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. C5 മുതൽ C17 വരെയുള്ളത് ഏത് സ്റ്റേറ്റിലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. C18 എബോവ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. മെൽറ്റിംഗ് പോയിന്റ്, ആൽക്കൈൻ്റെ ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്, ബിക്കോസ് മോളാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാൻ ഡെർ വാൾസ് ഫോഴ്സ്. വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആകും. പക്ഷെ ബ്രാഞ്ചിങ് ഉണ്ടായാൽ വാൻ ഡെർ വാൾസ് സർഫസ് ഏരിയ കുറയും. അപ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സും കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. മെൽറ്റിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് മക്കൾ എന്തൊക്കെ അറിയേണ്ടത്? മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്യുലാർ സിമെട്രി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്യുലാർ സിമെട്രി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ? ഹൈഡ്രോ കാർബൺ വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. C1 മുതൽ C4 വരെ ഗ്യാസ് ആണ്, C5 മുതൽ C17 വരെ ലിക്വിഡ് ആണ്. അപ്പൊ C5 മുതൽ 5 കാർബൺ ആയിട്ടുള്ള പെൻറ്റെയിൻ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ബ്യൂട്ടെയിനും പ്രൊപ്പെയിനും മീഥെയിനും എല്ലാം ഗ്യാസ് ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇതെന്താ? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹാസ് മിനിമം ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് ഏറ്റവും മിനിമം ഏതിനായിരിക്കും എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹാസ് മിനിമം ബോയിലിംഗ് പോയിന്റ്? മിനിമം ബോയിലിംഗ് പോയിന്റ് ഏതിനാണ്? ബോയിലിംഗ് പോയിന്റ് മിനിമം ഏതിനാണ്? ബ്രാഞ്ച് വന്നാൽ നോക്കൂ, ഇവരുടെ എല്ലാവരുടെയും കാർബൺ എണ്ണം 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4. മിനിമം ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ഏതിന് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ 4 കാർബൺ ആണുള്ളത്. ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. അപ്പോൾ മോളാർ മാസ് കുറഞ്ഞ ഓപ്ഷൻ 4 അവിടെ ബോയിലിംഗ് പോയിന്റ് കുറവ്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ഓക്കെ, ഈ ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ നമ്മൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട റിയാക്ഷൻസുകൾ. ഒന്ന് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, മറ്റൊന്ന് ഓക്സിഡേഷൻ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ, ലിമിറ്റഡ് കൺട്രോൾഡ് ഓക്സിഡേഷൻ, കമ്പസ്യൻ. അതേപോലെ ഐസോമറൈസേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ആരോമറ്റൈസേഷൻ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ റിയാക്റ്റന്റുകളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. പൈറോളിസിസ്, ക്രാക്കിംഗ്, പൈറോളിസിസ് റിയാക്ഷൻസുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഓക്സിഡേഷൻ, കംപ്ലീറ്റ് കമ്പസ്റ്റൻ, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, കൺട്രോൾഡ് ഓക്സിഡേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് കമ്പസ്റ്റൻ അഥവാ ആൽക്കെയിൻ CnH2n+2 എന്ന് പറയുന്ന ആൽക്കെയിൻ കത്താൻ വേണ്ട ഓക്സിജന്റെ അളവ് 3n+1/2O2. ഹൈഡ്രോ കാർബൺ എല്ലാം കത്തുന്നു, ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, CxHy + x+y/4O2 gives XCO2 +
Y/2H2O. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് കമ്പസ്റ്റൻ, അതേപോലെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ. മീഥേൻ കത്താൻ വേണ്ട കംപ്ലീറ്റ് ഓക്സിജൻ കൊടുക്കാതിരുന്നാൽ കാർബൺ മോണോക്സൈഡും വാട്ടറും ഉണ്ടാവും. ഓക്കെ, അതേപോലെ മീഥേൻ ഒരു ഓറ്റുമായിട്ട് കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞാൽ കാർബണും വാട്ടറും ഉണ്ടാവും. അതാണ് കാർബൺ ബ്ലാക്ക് പ്രിന്റിംഗ് ഇങ്കിലൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ, മീഥേൻ ഓക്സിജനുമായിട്ട് റെഡ് ഹോട്ട് കോപ്പർ അയൺ ട്യൂബ്, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, മെത്തനോൾ ആയിരിക്കും. ഓക്കെ, MO2O3 ആണെങ്കിൽ അത് മെത്തനാൾ ആയിരിക്കും. ആൻഡ് CH3CO ട്വൈസ് Mn ആണെങ്കിൽ CH3CH2N ടൈംസ് COH കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, ആൽക്കെയിൻ KMnO4 ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ അത് ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പോൾ ആ രൂപത്തിൽ ഓർത്ത് വെക്കുക. ഐസോമറൈസേഷൻ്റെ റിയേജൻറ്റുകൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ആരോമറ്റൈസേഷൻ, N-ഹെക്സെയിൻ ആരോമറ്റൈസേഷൻ, Cr2O3 Al2O3 500 ബെൻസീൻ. ഹെപ്റ്റൈൻ ആണെങ്കിൽ അത് ടൊളുവിൻ. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ ആരോമറ്റൈസേഷൻ റിയാക്ഷൻസ് ഓർത്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? N-ഹെക്സെയിൻ ഓൺ ഹീറ്റിംഗ് 773 Kelvin 10 to 20 atm pressure, the presence of oxide of vanadium supported by alumina, the product is aromatization, so the product is hexane ആയതുകൊണ്ട് ബെൻസീൻ ആയിരിക്കും. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is correct? Methane on oxidation with MO2O3 gives methanol. Methane on oxidation with MO2O3 gives methanol. തെറ്റി, എത്തനാൾ ആണ്. ഓക്കെ, അതേപോലെ പിന്നെന്താ ഓപ്ഷൻ 2? മീഥെയിൻ ഓൺ ഓക്സിഡേഷൻ വിത്ത് കോപ്പർ അറ്റ് 523 Kelvin gives methanol. സോറി, അത് മെത്തനോൾ ആണ് വരേണ്ടത്. ഓക്കെ, ബ്യൂട്ടേൻ ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ബൈ ബ്യൂട്ടേൻ 1-ol യൂസിങ് KMnO4. ബ്യൂട്ടേൻ 1-oluമായിട്ട് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടേൻ അല്ല ലഭിക്കുന്നത്. മീഥെയിൻ ഓൺ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഗിവ്സ്, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഗിവ്സ് കാർബൺ ബ്ലാക്ക്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് വൺ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഒലിഫിൻസ് ആണ്. കാർബൺ ഡബിൾ ബോണ്ട് വരുന്നതാണ് ആൽക്കീൻ. ആൽക്കീൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിൻഡ്ലേഴ്സ് കാലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിസ് ബ്യൂട്ടി-2-ene. ഓക്കെ, ബ്യൂട്ടി-2-ine ആണ് ലിൻഡ്ലേഴ്സ് കാലിസ്റ്റ്. പലേഡൈസ് ആൻഡ് കാൽസ്യം കാർബണേറ്റ്, പലേഡിയം പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്, ലിൻഡ്ലേഴ്സ് കാലിസ്റ്റ്, ദ പ്രൊഡക്റ്റ് ഈസ് സിസ് ബ്യൂട്ടീൻ. And also action with liquid ammonia, the product is trans-2-butene ആയിരിക്കും. Trans-2-butene, sodium in presence of liquid ammonia, trans-2-butene. From alcohol എന്ന് ആൽക്കീനായി മാറുന്ന റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ ആണ്. ദീസ് എലിമിനേഷൻ റിയാക്ഷൻസ് ആർ എത്തനോൾ എത്തീനായി മാറുന്നു, Al2O3, അല്ലെങ്കിൽ മിനറൽ ആസിഡ് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 440 Kelvin, എത്തനോൾ എത്തീനായി മാറുന്നത്. പ്രോസസ് ഈസ് ബീറ്റ എലിമിനേഷൻ. ഓക്കെ, പ്രൊപ്പൈൻ ഓൺ റിഡക്ഷൻ യൂസിങ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പൈൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ CH3C∧CH. ഇതല്ല പ്രൊപ്പൈന് കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് CH3. പ്രൊപ്പൈന് കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. CH3 ഡബിൾ ബോണ്ട് CH പ്രത്യേകത എന്താ? ഈ ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലുള്ള ഈ കാർബൺ മേൽ രണ്ടും ഹൈഡ്രജൻ. അതുകൊണ്ട് അത് ഒരു ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. നമുക്ക് കിട്ടുന്ന പ്രൊപ്പീൻ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. അതുകൊണ്ട് അവിടെ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ആൽക്കീൻ സിസ് ആൽക്കീൻ, ട്രാൻസ് ആൽക്കീൻ അങ്ങനെ പറയാൻ കഴിയില്ല. ദ ആൽക്കീൻ ഒബ്റ്റെയിൻഡ് ഡസ് നോട്ട് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേയേഴ്സ് റിയേജന്റ് വെച്ചിട്ട് ആൽക്കീന് ഹൈഡ്രോക്സിലേഷൻ ഡയലൂട്ട് KMnO4, ദ പ്രൊഡക്റ്റ് ഈസ് ഈഥേൻ 1,2-diol ഗ്ലൈക്കോൾ. CH3CH ഡബിൾ ബോണ്ട് CH2 അനദർ ഡൈഹൈഡ്രിക് ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, കോൾഡ് KMnO4 ഉപയോഗിച്ചിട്ട് ആൽക്കീന് നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൈക്കോൾ ലഭിക്കുന്നു. ദാറ്റ് മീൻസ് KMnO4 പിങ്ക് കളറാണ്. ആ പിങ്ക് കളർ ഡിസപ്പിയർ ആകും. സോ ദിസ് ഈസ് ദ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഇതിന് വിധേയമാകുന്നില്ല. സൈക്ലോഹെക്സീൻ റിയാക്ട് വിത്ത് കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 ടു ഈൽഡ്. സൈക്ലോഹെക്സീൻ കോൾഡ് ഡയലൂട്ട് KMnO4 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് ഒന്നല്ല, ഡബിൾ ബോണ്ടിന്റെ അവിടെ 2 OH വരും.
ഓക്കെ, ഇതിന്റെ പേരെന്താ? 1,2-സൈക്ലോഹെക്സെയിൻ ഡയോൾ. 1,2-സൈക്ലോഹെക്സെയിൻ ഡയോൾ. ഓക്കെ. ഓക്സിഡേഷൻ റിയാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് തന്നെ എളുപ്പമാണ്. അസിഡിക് AMnO4, അസിഡിക് A2C ഓക്സിഡൈസ് ആൽക്കീൻ, കീറ്റോൺ ആൻഡ് അസിഡിക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ നേച്ചർ ഓഫ് ദ ആൽക്കീൻ. ഡബിൾ ബോണ്ടിന്റെ കാർബൺമേൽ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. 1 ഹൈഡ്രജൻ ഉള്ളുവെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അതുപോലെ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് കീറ്റോൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിച്ചു. ഇവിടെ കാർബൺമേൽ ഓരോ ഹൈഡ്രജൻ വീതമേ ഉള്ളൂ, അതുകൊണ്ട് ആ ഭാഗം കാർബോക്സിലിക് ആസിഡ് ആയി. ഈ കാർബൺമേൽ ഒറ്റ ഹൈഡ്രജനും ഇല്ല, അതുകൊണ്ട് അത് കീറ്റോണിന്റെ ഭാഗമായി. ഈ കാർബണും 1 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അത് കാർബോക്സിലിക് ആസിഡിന്റെ ഭാഗമായി. അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് OMൽ ഹൈഡ്രജൻ എണ്ണം നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്സിഡേഷൻ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചത്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ എന്തൊക്കെയായിരിക്കും പ്രൊഡക്റ്റ് എന്നാണ് നമുക്ക് എഴുതി കൊടുക്കേണ്ടത്. ബെൻസീൻ KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാർബൺമേൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഈ കാർബൺമേൽ 1 ഹൈഡ്രജനാണുള്ളത്. 1 ഹൈഡ്രജനുള്ള ഭാഗം എന്തായിട്ട് മാറുന്നു? 1 ഹൈഡ്രജനുള്ള ഭാഗം അത് ആസിഡായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അത് COH. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 1 ഹൈഡ്രജൻ ഉണ്ട്, മറ്റോടത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് എന്തായിട്ട് മാറും? 1 ഹൈഡ്രജൻ ഉള്ളത് COH ആയിട്ട് മാറും. 2 ഹൈഡ്രജൻ ഉള്ള ഭാഗം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മാറും. ഇവിടെ 1 ഹൈഡ്രജൻ ഉണ്ട്, 1 ഹൈഡ്രജൻ ഉള്ള ഭാഗം കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. മറ്റതും എന്തായിട്ട് മാറും? 1 ഹൈഡ്രജൻ തന്നെയാണ്, അപ്പോൾ അതും കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, ഓസോണോളിസിസ് റിയാക്ഷൻസിൽ ഓസോണൈഡ് ഫോം ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഇതിന് എളുപ്പമാണ്. ഈ ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുന്നു, 2 ഭാഗത്തും ഓക്സിജൻ കൊടുക്കുന്നു. ആ രൂപത്തിൽ ഓസോണോളിസിന്റെ പ്രൊഡക്റ്റ് ചെയ്താവുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് വളരെ സിമ്പിളായിട്ട് ബാഗ് ചെയ്താൽ CH2 ഡബിൾ ബോണ്ട് CH2 ഓസോണോളിസിസ് ഗിവ്സ് CH, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ HCHO പ്ലസ് HCHO ഓസോണോളിസിന്റെ പ്രൊഡക്റ്റ് HCHOയും HCHOയും CH2O, അതാണ് HCHO. ഓക്കെ, ഇവിടുത്തെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ CH3CHO പ്ലസ് HCHO. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ CH3CO, ഓക്കെ. ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു, ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? HCHO. ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു, ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? CHO സിംഗിൾ ബോണ്ട് CHO ഗ്ലയോക്സാൾ ആയിരിക്കും. ആൻഡ് ഓൾസോ HCHO മെത്തനാളായിരിക്കും. ഈ ബോണ്ട് ഇവിടെ പൊട്ടുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ഇവിടെ പൊട്ടുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? CH3CHO ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? കാർബണിൽ 2 ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെന്തായിരിക്കും? ഇവിടെയും പൊട്ടുന്നു. അപ്പം CHO അല്ലേ? CHO ഗ്ലയോക്സാൾ ആയിരിക്കും. ആൻഡ് ഓൾസോ HCH. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. അപ്പം എന്താ കിട്ടുന്നത്? ഇവിടെ CHO, ഇവിടെയും അതേപോലെ CHO, അഥവാ CH2 ട്വൈസ് CHO. ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം എഴുതാം. ബെൻസീൻ ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഓക്സിജൻ. അപ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് 3 മോളിക്യൂൾ ഗ്ലയോക്സാൾ ആയിരിക്കും. CHO ഇങ്ങനത്തെ 3 മോളിക്യൂൾ ഗ്ലയോക്സാൾ ലഭിക്കും. ടൊളുവിൻ ഓസോണോളിസിസ് നടത്തിയാൽ 2 രൂപത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ ഓക്സിജൻ വരികയാണ്, അപ്പോൾ എന്താ കിട്ടുന്നത്? 2 മോളിക്യൂൾ HCH, 2 മോളിക്യൂൾ CHO ഗ്ലയോക്സാൾ, ആൻഡ് ഓൾസോ CH3COCHO മീഥൈൽ ഗ്ലയോക്സാൾ മീഥൈൽ ഗ്ലയോക്സാൾ ലഭിക്കുന്നു. ടൊളുവിൻ ഓക്സിഡേഷൻ നടത്തിയാൽ ഗ്ലയോക്സാൾ മീഥൈൽ ഗ്ലയോക്സാൾ. ഓക്കെ, ഇതേപോലെ സൈലീനെയും ഈ സൈലീൻ ഓസോണോളിസിസ് നടത്തുമ്പോഴും കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ,
ഓസോണോളിസിസ് വഴി നമുക്ക് കിട്ടുന്നത് ഇവിടെ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ CHO സിംഗിൾ ബോണ്ട് CHO ഗ്ലയോക്സാൾ. ഓസോണോളിസിസ് വഴി ഗ്ലയോക്സാൾ CHO ഈഥൈൻ ഓസോണോളിസിസ് നടത്തിയാൽ ഗ്ലയോക്സാൾ. ഇവിടെ എന്താ ഫോം ചെയ്യാം? CH3CO CH3CO CHO CH3CO CHO CH3CO ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഓക്സിജൻ വരുന്നു. സിംഗിൾ ബോണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ CH3CO CHO. ഇവിടെ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഓക്സിജൻ വരുന്നു. അപ്പോൾ CHO. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് മീഥൈൽ ഗ്ലയോക്സാൾ ആയിരിക്കും. പ്രൊപ്പൈൻ ഓക്സിഡേഷൻ ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ മീഥൈൽ ഗ്ലയോക്സാൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ റിയാക്ഷൻസുകളെല്ലാം ടൊളുവിൻ ഓസോണോളിസിസ്, അതേപോലെ സൈലീൻ ഓസോണോളിസിസ്, ബെൻസീൻ ഓസോണോളിസിസ്, ആ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് എഴുതാൻ അറിയണം. ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ആൽക്കെയിൻ ഗിവ്സ് 2 moles ഓഫ് HCHO, 1 mole ഓഫ് CO2 ആൻഡ് 1 mole ഓഫ് CH3COCHO ഓൺ ഓസോണോളിസിസ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ? അപ്പോൾ HCHO കിട്ടണമെങ്കിൽ ഉറപ്പാണ് CH2 ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു സംശയം വേണ്ട, ഇതിൽ HCHO ഉണ്ടാകും, ഇതിലും HCHO ഉണ്ടാകും. ഇവിടെ നമുക്ക് HCHO ഇല്ല, ഇവിടെ HCHO ഇല്ല, ഇതിലും HCHO ഉണ്ട്. അപ്പോൾ എന്താ കിട്ടേണ്ടത്? HCHO വേണം, അഥവാ ഇത് വേണം. പിന്നെ എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് വേണമെങ്കിൽ ഒരു സംശയവും വേണ്ട, കാർബണിന്റെ 2 ഭാഗത്തും ബോണ്ട് വേണം. യെസ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, ഇതിലും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ കാർബൺ ഡൈ HCHO ഫോം ചെയ്യണം ആൻഡ് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 2 mole ഓഫ് HCHO ഫോം ചെയ്യണം. 2 mole ഓഫ് HCHO ഫോം ചെയ്യണം. അപ്പോൾ 2 CH2 ഗ്രൂപ്പ് അവിടെ വേണം. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. 2 mole ഓഫ് HCHOയും 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടാൻ സാധ്യതയുള്ള ഒറ്റ ഓപ്ഷൻ 4 മാത്രമാണ്. ഓക്കെ. 5-oxohexanol is obtained by ozonolysis of 5-oxohexanol obtained by ozonolysis of എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇവിടെ ബോണ്ട് പൊട്ടിയാൽ ഇവിടെ ഓക്സിജൻ, ഇവിടെ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ. 5-oxoheptanol 5-oxohexanol 6 കാർബണാറ്റാണ് വേണ്ടത്. 1 2 3 4 5 6 7 അഥവാ ഹെക്സനോൾ 7. 6 കാർബണാറ്റം വേണം. എന്നാൽ ഓക്സോ ഹെക്സനോൾ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പർ വരുന്നത് ഇവിടെയാണ് നമ്പർ 1 2 3 4 5 6. ഇവിടെ നമ്പർ വന്ന 1 2 3 4 5 6 7 ഹെക്സനാണ്. 6 കാർബണാറ്റാണ് പാടുള്ളത്. ഓപ്ഷൻ 2 നോക്കൂ, 5ാമത്തെ കാർബൺ മേൽ ഓക്സോ വരികയും 6 കാർബണാറ്റം ഉള്ളതാണ്. ഇവിടെ 7 കാർബണാറ്റം ഉണ്ട്. ഓപ്ഷൻ 1 അല്ല. ഇവിടെ O വന്നു കഴിഞ്ഞാൽ 1 2 3 4. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ ഓപ്ഷൻ 3 അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്താ? An alkene on ozonolysis gives methanol as one of the product in its structure. മെത്തനാൾ കിട്ടണമെങ്കിൽ ഏത് ഗ്രൂപ്പ് വേണം? ഡബിൾ ബോണ്ട് CH2 വേണം. അപ്പോഴാണ് HCHO മെത്തനാൾ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻസ്, ആൽക്കൈൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ്. കാർബൈഡുകൾക്ക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഫ്രം കാൽസ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന ഒരു പ്രിപ്പറേഷനാണ് ആൽക്കൈൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. CaC2 കാൽസ്യം കാർബൈഡ് ഓൺ ഹൈഡ്രോളിസിസ് gives കാൽസ്യം ഹൈഡ്രോക്സൈഡും C2H2 കാൽസ്യം ഹൈഡ്രോക്സൈഡും C2H2 ഈഥൈനും ഫോം ചെയ്യും. അപ്പൊ കാർബൈഡുകളെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആൽക്കൈൻ ലഭിക്കും. കാർബൈഡുകൾ 2 ടൈപ്പ് ഉണ്ട്. അയോണിക് കാർബൈഡുകളുണ്ട്, കോവാലന്റ് കാർബൈഡുകളുണ്ട്.
അയോണിക് കാർബൈഡുകൾ ബെറീലിയം കാർബൈഡ് Be2C, Al4C3, കാൽസ്യം കാർബൈഡ്. ഓക്കെ, ഇവയെല്ലാം നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആൽക്കൈൻ ലഭിക്കും. എന്നാൽ കോവാലന്റ് കാർബൺ B4Cയും സിലിക്കൺ കാർബൈഡൊന്നും ഹൈഡ്രോളിസിസ് നടത്തിയാൽ നോ റിയാക്ഷൻ ആയിരിക്കും, ആൽക്കൈൻ ലഭിക്കില്ല, നോ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അയോണിക് കാർബൈഡുകൾ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ആൽക്കൈൻ ലഭിക്കും. അപ്പോൾ കാൽസ്യം കാർബൈഡിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന ഈ ആൽക്കൈൻ ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH ആയിരിക്കും. വെൻ ഈഥൈൻ ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് at 873 Kelvin, the product is benzene ആയിരിക്കും. പ്രൊഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ആണത്, സൈക്ലിക് പോളിമറൈസേഷൻ ആണ്. അത് നമ്മൾ CH3Cl ആൻഹൈഡ്രസ് AlCl3 ഉപയോഗിച്ചാൽ ദിസ് ഈസ് ദ ഫ്രെഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. സോ ബെൻസീനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഈസ് ടോളുവിൻ ആയിരിക്കും, പ്രൊഡക്റ്റ് ടോളുവിൻ ആയിരിക്കും. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ പ്രൊഡക്റ്റ് A, B and C in the following reaction sequence. എന്താ? CH3C ട്രിപ്പിൾ ബോണ്ട് CH, പലഡൈസ്ഡ് ചാർക്കോൾ ആൻഡ് ഹൈഡ്രജൻ, റിഡക്ഷൻ നടന്നത് പ്രൊഡക്റ്റ് ഈസ് ആൽക്കീൻ ആയിരിക്കും. വട്ട് ഈസ് ദ ആൽക്കീൻ? CH3, പ്രൊപ്പീൻ ആയിരിക്കും, CH ഡബിൾ ബോണ്ട് CH. ആ പ്രൊപ്പീൻ ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ, ഒന്ന് ഡബിൾ ബോണ്ട് കട്ട് ചെയ്തിട്ട് ഓക്സിജൻ വരുന്നു, CH3CHO, മറ്റേതെന്തായിരിക്കും? HCHO. അപ്പോൾ അവിടുത്തെ XC എന്ന് പറയുന്നത് CH3CHO ആയിരിക്കും. XCCH3CHO, ഈ എക്സ് എന്തായിരിക്കും? ഈ എക്സ് ആൽക്കിന CH3CH ഡബിൾ ബോണ്ട് CH2, CH3CH ഡബിൾ ബോണ്ട് CH2. Y എന്താ? CH3CHO. Z എന്താ? HCHO. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തരം ആൽക്കൈൻ്റെ റിയാക്ഷൻസുകൾ, ആൽക്കീൻ്റെ കെമിക്കൽ റിയാക്ഷൻസുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, അതിൻ്റെ പ്രിപ്പറേഷൻസുകൾ. വെൻ ഈഥൈൻ ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്, ദ പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ. Addition reactions, benzene, hydrogen in presence of nickel calcium, cyclohexane. Chlorine in presence of UV light, product is benzene hexachloride. Okay, ടോളുവിൻ കിട്ടുന്ന ഒരുപാട് റിയാക്ഷൻസുകളാണ് നിങ്ങളുടെ കാണുന്നത്. അഥവാ എൻ ടോളുവിനായി മാറുന്ന പ്രോസസ്സ് എന്താണ്? ഹെപ്റ്റൈൻ ടോളുവിനായി മാറുന്ന പ്രോസസ്സ് ആരോമറ്റൈസേഷൻ. നമ്മൾ പഠിച്ചതാണ് ആരോമറ്റൈസേഷൻ. ഓക്കെ, ഇത് ടോളുവിനായി മാറാൻ ഇവിടുന്ന് OH റിമൂവ് ചെയ്യുന്ന പ്രോസസ് സിങ്കുമായിട്ടുള്ള റിഡക്ഷൻ. ഓക്കെ, ഡീകാർബോക്സിലേഷൻ, സോഡ ലൈം, NaOH and CaO, the product is ടോളുവിൻ. ഓക്കെ, ഈ പ്രോസസ് എന്താ? ഈ പ്രോസസ്സ് ബെൻസീനായി മാറാൻ ഫസ്റ്റ് ഡാസോട്ടൈസേഷൻ. അപ്പോൾ അവിടെ ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യും. ആ ഡയസോട്ടൈസേഷൻ നടത്തിയതിനു ശേഷം റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ബെൻസീൻ കിട്ടും. ഫൈനൽ പ്രൊഡക്റ്റ് അവിടെ ടോളുവിനായിരിക്കും. അതേപോലെ ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയതുകൊണ്ട് H+ വിട്ടുകൊടുക്കുന്ന എന്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റ് ടോളുവിനായിരിക്കും. H2 ആഡ് ചെയ്താൽ മതി. അപ്പം ആ രൂപത്തിലെല്ലാം ഇവിടെ ക്ലോറിൻ അല്ല, ടോളുവിൻ ആവാൻ ഫുഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, പ്രൊഡക്റ്റ് ഈസ് ടോളുവിൻ. ഓക്സിഡേഷൻ റിയാക്ഷൻസുകൾ, വെൻ ടോളുവിൻ റിയാക്ട് വിത്ത് KMnO4 bar H+, പ്രൊഡക്റ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. KMnO4 bar H+, ബെൻസോയിക് ആസിഡ്, ഇറസ്പെക്റ്റീവ് ടു ദ സൈസ് ഓഫ് ദ സൈഡ് ചെയിൻ. ഓക്കെ, ആ രൂപത്തിൽ. എന്നാൽ അതൊരു ടെറിഷറി സൈഡ് ചെയിൻ ആണെങ്കിൽ അവിടെ നോ റിയാക്ഷൻ ആയിരിക്കും. ടോളുവിൻ്റെ കെമിക്കൽ റിയാക്ഷൻസുകളെല്ലാം നമ്മൾ ഓർത്തു വെക്കണം. ഓസോണോളിസിസ് ഓഫ് ഓർത്തോസൈലീൻ്റെ ഓസോണോളിസിസ് നടത്തിയാൽ എന്തൊക്കെയാണ് കിട്ടുന്നുള്ളത്? ഓർത്തോസൈലീൻ ഓസോണോളിസിസ് നടത്തിയാൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ CH3, ഇവിടെ CH3. ഇതൊരു ഓർത്തോസൈലീനാണ്. ഇങ്ങനെ വരയ്ക്കുന്നത് ഓർത്തോസൈലീനാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നതും ഓർത്തോസൈലീൻ തന്നെയാണ്. ഇവിടെ ബോണ്ട് പൊട്ടി ഇങ്ങനെ ഓക്സിജൻ വന്നാലും ഇവിടെ ബോണ്ട് പൊട്ടി ഇങ്ങനെ ഓക്സിജൻ വരുന്ന
വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഗ്ലയോക്സാൾ ലഭിക്കും, മീഥൈൽ ഗ്ലയോക്സാൾ ലഭിക്കും, ഡൈമീഥൈൽ ഗ്ലയോക്സാൾ ലഭിക്കും. കണ്ടോ, ഇവിടെ കിട്ടുന്ന സാധനം ഈ ഭാഗം ഡൈമീഥൈൽ ഗ്ലയോക്സാൾ ആയിരിക്കും. ഡൈമീഥൈൽ ഗ്ലയോക്സാൾ. സോ വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. എല്ലാം അവിടെ നമുക്ക് ഓസോണോളിസിസ് വഴി പ്രൊഡക്റ്റ് ലഭിക്കും. ടോളുവിൻ H2SO4 ആൻഡ് K2Cr ടോസൻ വൈ. ഹിയർ വൈ ഈസ് എന്നാണ് ചോദ്യം. പറഞ്ഞു ടോളുവിൻ K2Cr2 H2SO4 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. പ്രൊഡക്റ്റ് ബെൻസോയിക് ആസിഡ്. നമ്മൾ ആ റിയാക്ഷൻ എല്ലാം ഓർത്ത് വെക്കാൻ പറഞ്ഞതാണ്. Toluene with H2C2O4, the product is final product is benzoic acid. K2Cr2O7 and H+, the product is benzoic acid. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Given below are two statements. Statement 1 എന്താ? On nitration of metaxylene with HNO3 and H2SO4 followed by oxidation 4-nitrobenzene 1,3-dicarboxylic acid is obtained as the major product. ഒന്ന് വരച്ചു നോക്കുക കോമ്പൗണ്ടിന്. കോമ്പൗണ്ട് എന്താ പറയുന്നത്? മെറ്റാസൈലീൻ വിത്ത് മെറ്റാസൈലീൻ on reaction with metaxylene with HNO3 and H2SO followed by oxidation 4-nitrobenzene 1,3-dicarboxylic acid. അപ്പോൾ HNO3 H2SO4 നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ CH3യുടെ ഈ ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ ഈ അവയുടെ പാരാ പൊസിഷൻ ഈ ഓർത്തോ പൊസിഷനിൽ NO2 വരാം, അല്ലെങ്കിൽ ഈ ഓർത്തോ പൊസിഷനിൽ NO2 വരാം. ഞാൻ പറയുന്നു ഈ ഓർത്തോ പൊസിഷനിൽ NO2 വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ. കാരണം ഈ NO2 ഇയാൾക്ക് ഓർത്തോയാണ്, പക്ഷെ ഇയാൾക്ക് പാരയാണ്. ഓർത്തോ പാരയാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ NO2 വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. ഈ പൊസിഷനിൽ നല്ല സ്റ്റെറിക് ഹിൻഡ്രൻസ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ NO2 വരെയുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ അവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ദ പ്രൊഡക്റ്റ് ഈസ് 4-nitrobenzene 1,3-dicarboxylic acid. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, CH3 ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് വൈൽ NO2 ഗ്രൂപ്പ് ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. യെസ്, ഈ NO2വിൻ്റെ മെറ്റാ പൊസിഷനിലാണല്ലോ നമ്മൾ CH3 ഗ്രൂപ്പിൽ. NO2 ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. NO2 മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് ആൻഡ് CH3 ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 3 is the right answer. Okay. Which one of the following reaction does not give benzene as the product? ബെൻസീൻ തരാത്തത് ഏതാണ്? When N-hexane MO2O3 773 10-28 aromatization, product is benzene ആയിരിക്കും. When ethane is passed through red hot iron tube, product is benzene ആയിരിക്കും. ഡയസോണിയം സോൾട്ടിലോട്ട് ഡയസോണിയം സോൾട്ട് വാട്ടർ ഒഴിച്ച് ചൂടാക്കിയാൽ പ്രൊഡക്റ്റ് ഫീനോൾ ആയിരിക്കും. സോ ഓപ്ഷൻ 3 ആണ് ബെൻസീൻ തരാത്ത റിയാക്ഷൻ. എന്നാൽ സോഡിയം സാൾട്ട് ഓഫ് എ ബെൻസോയിക് ആസിഡ് സോഡാലയമാണ് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് പ്രൊഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. സോ ഇവിടെ ബെൻസീൻ തരാത്തൊരു റിയാക്ഷൻ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആൽക്കീൻ ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന റിയാക്ഷൻ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായത്. ഓക്കെ, ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ശ്രമിച്ചത്. ഓക്കെ, നന്നായി പഠിക്കുക. ബൈ.